ചന്തക്കുന്ന് ബസ് ബേ ഷോപ്പിംഗ് കോംപ്ലക്സിന് 1 കോടി അനുവദിച്ച് PV അൻവർ MLA. നിലമ്പൂർ നഗരസഭ ഇതേ തുടർന്ന് അടിയന്തര ബോർഡ് യോഗം ചേർന്നു. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ച 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ചന്തക്കുന്ന് ബസ് ബേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് 9 കോടി വകയിരുത്തിയിരുന്നു. ഇതിലേക്കാണ് PV അൻവർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി അനുവദിച്ചത്. ബാക്കി 8 കോടി വായ്പ എടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം. 8 കോടി രൂപ വായ്പ എടുത്ത് ബസ് വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള നഗരസഭാ തീരുമാനം നഗരസഭയെ വലിയ കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും അതിനാൽ അംഗീകരിക്കാനാകില്ലെന്നും BJP അംഗം MK വിജയനാരായണൻ പറഞ്ഞു. BOT സംവിധാനത്തിൽ ചന്തക്കുന്ന് ബസ് വേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് LDF ഭരണസമിതി ആദ്യം തീരുമാനിച്ചത് എങ്കിലും ഈ ബജറ്റിലൂടെ തീരുമാനം മാറ്റുകയായിരുന്നു. 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേതൃത്വം നൽകിയ വികസന മുന്നണിയുടെ പ്രധാന വാഗ്ദാനത്തിൽ ഒന്നായിരുന്നു ചന്തക്കുന്ന് ബസ് വേ കോംപ്ലക്സ്. ഇത് വേഗത്തിലാക്കിയാൽ മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാനാകൂ. ഗ്രാമീണ റോഡുകളുടെ പ്രവൃത്തി നടത്താതെ കരാറുകാർ മാറി നിൽക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങളും ചൂണ്ടിക്കാട്ടി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ഭാഗമായി എടുത്ത മണ്ണ് നീക്കം ചെയ്യാതെ വേസ്റ്റ് കൂനയായി കിടക്കുന്ന കാര്യം കോൺഗ്രസ് അംഗം ഷീജ വട്ടത്തെടുത്ത് ബോർഡ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെ നടപടിയെടുക്കാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM ബഷീർ, UK ബിന്ദു, സ്കറിയ ഗ്രാത്തോപ്പിൽ, ഷൈജി മോൾ, പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, PA കരീം, ഇസ്മായിൽ എരഞ്ഞിക്കൽ, MK വിജയനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.